ബഹ്റൈനിൽ കോഴിക്കോട് സ്വദേശിയായ 22-കാരൻ ഹൃദയാഘാതം മൂലം മരിച്ചു. കുവൈത്തിൽ നിന്ന് സന്ദർശന വിസയിലെത്തിയ കാപ്പാട് സ്വദേശി മുഹമ്മദ് ഫായിസാണ് മരിച്ചത്. ബിസിനസ് ആവശ്യാർത്ഥം പിതാവിനൊപ്പം സൗദിയിലേക്ക് പോകുന്ന വഴി ബഹ്റൈനിലെത്തിയതായിരുന്നു. ഇന്ന് രാവിലെ താമസ സ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കാണപ്പെടുകയായിരുന്നു. ഇന്ന് ബഹ്റൈൻ ആകാശത്ത് മൈക്രോമൂൺ അഥവാ പിങ്ക് മൂൺ ദൃശ്യമാകുമെന്ന് ബഹ്റൈനി ജ്യോതിശാസ്ത്ര ഗവേഷകൻ മുഹമ്മദ് അൽ അസ്കൂർ അറിയിച്ചു. ഈ ആകാശ പ്രതിഭാസം ശവ്വാൽ മാസത്തിലെ പൂർണ്ണചന്ദ്രനെ അടയാളപ്പെടുത്തുന്നു. ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ ഏറ്റവും അകലെയായിരിക്കുമ്പോഴാണ് മൈക്രോമൂൺ പ്രതിഭാസം സംഭവിക്കുന്നത്. മോഷ്ടിച്ച ATM കാർഡുകൾ ഉപയോഗിച്ച് സർക്കാർ വെബ്സൈറ്റ് വഴി ഒരു ബഹ്റൈൻ കമ്പനിയുടെ 50,000 ദിനാറിന്റെ നികുതി അടച്ച യുവാവിന് 5 വർഷം തടവും 5,000 ദിനാർ പിഴയും വിധിച്ച് കോടതി. ഇയാൾ ഒരു സ്ത്രീയുടെ അക്കൗണ്ടിൽ നിന്ന് 300 ദിനാർ മോഷ്ടിക്കുകയും ഹാക്ക് ചെയ്ത ഡിജിറ്റൽ ID ഉപയോഗിച്ച് ക്രിപ്റ്റോ ഇടപാടുകൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു. ട്രാഫിക് നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുന്നതിനുള്ള സമയപരിധി വർദ്ധിപ്പിക്കാനുള്ള പാർലമെന്റ് നിർദ്ദേശത്തിന് ബഹ്റൈൻ ഷൂറ കൗൺസിലിന്റെ ശക്തമായ എതിർപ്പ്. നിലവിൽ 7 ദിവസമായി നിശ്ചയിച്ചിട്ടുള്ള പിഴ അടക്കാനുള്ള സമയം 30 ദിവസത്തേക്ക് നീട്ടാനായിരുന്നു ശുപാർശ.